തുറക്കുന്നതിനായി 20 രാജ്യങ്ങളുമായി കൂടി വിപണി പ്രവേശനത്തെക്കുറിച്ച് ചർച്ച നടത്തി ഇന്ത്യ. വിപണി പ്രവേശനം തുറക്കുന്നതിനും വ്യാപാര അവസരങ്ങൾ വികസിപ്പിക്കുന്നതിനുമായി 20 രാജ്യങ്ങളുമായി കൂടി ഇന്ത്യ ചർച്ചകൾ നടത്തി വരികയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. വെള്ളിയാഴ്ച കോയമ്പത്തൂരിൽ ബിസിനസ് നേതാക്കളെ അഭിസംബോധന ചെയ്യവേ കഴിഞ്ഞ 3.5 വർഷത്തിനിടെ ഒപ്പുവെച്ച 9 സ്വതന്ത്ര വ്യാപാര കരാറുകളെ അടിസ്ഥാനമാക്കിയാണ് ഈ ചർച്ചകൾ നടന്നതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഇത് 38 വികസിത രാജ്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതായിരുന്നു. ഈ 38 രാജ്യങ്ങൾക്ക് പുറമെ കുറഞ്ഞത് 20 രാജ്യങ്ങളുമായി കൂടി ഞങ്ങൾ ചർച്ചകൾ നടത്തി വരികയാണ്. അവയിലെല്ലാം വിപണി പ്രവേശനം തുറക്കുന്നതിനായി ഗോയൽ വ്യക്തമാക്കി. നടന്നുകൊണ്ടിരിക്കുന്ന ഈ വ്യാപാര ചർച്ചകൾ ഗൾഫ് സഹകരണ കൗൺസിൽ, യുറേഷ്യൻ മേഖല, ഇസ്രായേൽ എന്നിവ പങ്കാളികളായി അദ്ദേഹം പരാമർശിച്ചു. പ്രതിശീർഷ വരുമാനം ഉയർന്ന നിലയിൽ തുടരുകയും വ്യവസായങ്ങൾ ഇന്ത്യൻ ബിസിനസ്സുകളുമായി നേരിട്ട് മത്സരിക്കാതിരിക്കുകയും ചെയ്യുന്ന വികസിത രാജ്യങ്ങളുമായുള്ള കരാറുകളിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്നും ഗോയൽ വിശദീകരിച്ചിട്ടുണ്ട്. ആഗോള വ്യാപാരത്തിന്റെ മുന്നിൽ 2 ഭാഗവും ഇപ്പോൾ ഇന്ത്യൻ സംരംഭകർക്ക് മുൻഗണനാ വിപണി പ്രവേശനം തേടുന്നതിനായി തുറന്നിട്ടിരിക്കുന്നുവെന്നും പ്രസ്താവിച്ചു. പലപ്പോഴും വ്യവസായങ്ങൾ വന്ന് എന്നോട് പരാതി പറയുന്നത് നമ്മുടെ സാധനങ്ങൾ ലഭ്യമല്ലാത്ത രാജ്യങ്ങളിൽ നിന്നും സീറോ ഡ്യൂട്ടി ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിലും അവർ സീറോ ഡ്യൂട്ടി നിരക്കിൽ നമ്മുടെ രാജ്യത്തെ സാധനങ്ങൾ തള്ളുകയാണെന്നാണ്. എന്നാൽ നമ്മുടെ എതിരാളികളുമായി ഒരു FTA പോലും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മുടെ എല്ലാ FTAകളും വികസിത രാജ്യങ്ങളുമായിട്ടുള്ളതാണ്. അവിടെ പ്രതിശീർഷ വരുമാനം കൂടുതലാണ്. നമ്മുടെ വ്യവസായങ്ങളിൽ അവർ ഞങ്ങളുമായി മത്സരിക്കുന്നില്ല. നമ്മുടെ ബിസിനസ്സുകൾ വികസിപ്പിക്കുന്നതിന് നമുക്ക് വിപണി പ്രവേശനം ലഭിക്കും. ഇന്ന് ആഗോള വ്യാപാരത്തിന്റെ മുന്നിൽ 2 ഭാഗവും നിങ്ങളുടെ ബിസിനസ്സുകൾ വികസിപ്പിക്കുന്നതിന് മുൻഗണനാ വിപണി പ്രവേശനം നേടുന്നതിനായി നിങ്ങൾക്കെല്ലാവർക്കും തുറന്നിരിക്കുന്നുവെന്നും ഗോയൽ പറഞ്ഞു. ദക്ഷിണേന്ത്യയുടെ സംരംഭക ശക്തിയുടെ ശക്തി കേന്ദ്രമായി കോയമ്പത്തൂരിനെ മന്ത്രി വിശേഷിപ്പിച്ചു. കേന്ദ്രത്തിന് ആവശ്യമായ നയമാർഗനിർദ്ദേശം നൽകിയതിന് മേഖലയിലെ MSMEകളെ അദ്ദേഹം പ്രശംസിച്ചു. ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും നിങ്ങളുടെ ബിസിനസ്സുകൾ വികസിപ്പിക്കാനും അന്താരാഷ്ട്ര കളിക്കാരായി വളരാനും ഞാൻ നിങ്ങളെ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾ MSME നിർവചനം പോലും വികസിപ്പിച്ചിട്ടുണ്ട്. MSME നിർവചനത്തിൽ കയറ്റുമതി വിറ്റുവരവ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിനാൽ നിങ്ങളെല്ലാം വലുതും വേഗത്തിലും മികച്ചതിലും വളരാൻ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. കൂടാതെ നമ്മുടെ ബിസിനസ്സുകൾ വികസിപ്പിക്കുന്നതിന് ഈ FTAകൾ ഉപയോഗിക്കുന്നതിന്റെ വെല്ലുവിളി നാം എല്ലാവരും ഏറ്റെടുക്കുകയാണെങ്കിൽ ആകാശമാണ് പരിധിയെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വ്യാവസായിക വളർച്ചയ്ക്കുള്ള അടിസ്ഥാന നേട്ടമായി ദേശീയ പവർ ഗ്രിഡിന്റെ സംയോജനത്തെ കേന്ദ്രമന്ത്രി എടുത്തു പറയുകയും ചെയ്തു. വടക്കേ ഇന്ത്യയിൽ വൻ തോതിലുള്ള വൈദ്യുതി തടസ്സങ്ങൾക്കിടയിലും താൻ ചുമതലയേറ്റ 2014 വെല്ലുവിളികൾ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. രാജ്യത്തിലുടനീളം 24 മണിക്കൂറും വൈദ്യുതി ലഭ്യതയും ഏകീകൃത വില നിർണ്ണയവും ഉറപ്പാക്കുന്ന ഒരു ദേശീയ ഗ്രിഡ് സൃഷ്ടിക്കാൻ സർക്കാർ പിന്നീട് ഏകദേശം 2 ലക്ഷം കോടി രൂപ നിക്ഷേപിച്ചതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഡേറ്റാ സെന്ററിന് ശരിക്കും ആവശ്യമുള്ള വിശ്വാസ്യതയും പ്രതിരോധശേഷിയും ദേശീയ ഗ്രിഡ് നൽകുന്നു. നമുക്കൊരു ദേശീയ ഗ്രിഡ് ഉള്ളതിനാൽ ധാരാളം പുനരുപയോഗ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന തമിഴ്നാട് പോലുള്ള ഒരു സംസ്ഥാനത്തിന് ഇന്ന് ആ ഊർജ്ജം ഗ്രിഡിലേക്ക് നൽകാൻ കഴിയും. ഡിജിറ്റൽ മേഖലയെ അഭിസംബോധന ചെയ്യവേ ഇന്ത്യൻ ബിസിനസ്സുകൾക്കുള്ള പ്രധാന നേട്ടങ്ങളായി ദ്രുതഗതിയിലുള്ള 5G വിക്ഷേപണവും കുറഞ്ഞ ഡേറ്റാ ചെലവും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഇന്ത്യ 1 ബില്യൺ ഇന്റർനെറ്റ് ഉപയോക്താക്കളുള്ളതായും ആഗോളതലത്തിൽ ChatGPTയുടെ 2ാമത്തെ വലിയ ഉപയോക്താവായി മാറിയതായും അദ്ദേഹം പ്രസ്താവിച്ചു. നിർണായക നേതൃത്വത്തിന്റെയും കഴിവുള്ള യുവ തൊഴിൽ ശക്തിയുടെയും സംയോജനമാണ് 2047 വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിലെത്താൻ ഇന്ത്യയെ പ്രാപ്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.